രേണു സുധിയും അച്ഛനും കൂടെ ഒരു ഇൻ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് അവർക്ക് വെച്ചു കൊടുത്ത വീടിനെ കുറിച്ചാണ്. ആ ഒരു വീട് നല്ല രീതിയിലൊന്നുമല്ല പണിത് കൊടുത്തേക്കുന്നത്. ആ ഒരു പണിത് കൊടുത്ത വ്യക്തി ചുമ്മാ എന്തോ തട്ടിക്കൂട്ടി വെച്ചേക്കുവാണ്. എപ്പം നോക്കിയാലും ചോർച്ചയും കാര്യങ്ങളുമാണ്. ഇതിനെപ്പറ്റി രേണു പറഞ്ഞ സമയത്ത് ആ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഇത് കള്ളമാണ് പറഞ്ഞതെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വ്യക്തി പറയാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവരെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇതിന് വേണ്ടിയൊക്കെയാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന കള്ളമാണ്. നിങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് വിചാരിക്കുന്നു ഇവിടെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ വീട്ടിൽ വന്ന് നോക്ക്, എന്തുമാത്രം പ്രശ്നമുണ്ടെന്ന് കാണാൻ സാധിക്കുമെന്നാണ് രേണുവിൻ്റെ അച്ഛനും രേണുവും പറയുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേയധികം കമൻസൊക്കെ വരുന്നുണ്ട്. ഇപ്പം കിച്ചു ഒന്നും ഇവിടെ താമസിക്കുന്നില്ലല്ലോ, പിന്നെ എന്താണ് ഇവിടെ അവരുടെ കുറേ കുടുംബക്കാരൊക്കെയാണ് താമസിക്കുന്നത്, അതെന്താണെന്നൊക്കെ ചോദിച്ച് കുറേയധികം കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിന്തപ്പനെ നോക്കാൻ വേണ്ടിയാണ്, അതായത് ഇളയ കുട്ടിയെ നോക്കാൻ വേണ്ടിയാണ്. രേണുവൊക്കെ ആണെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി പോകും. അപ്പോൾ ആരാണ് ആ കുട്ടിയെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു രേണു സുധി അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര് നോക്കും, നിങ്ങൾ നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആ വീട് ഞങ്ങൾ വേണമെങ്കിൽ അങ്ങ് എഴുതി കൊടുക്കാം, അതിനുശേഷം കുട്ടി എവിടെ താമസിക്കും നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ രേണു സുധി പറഞ്ഞൊരു കാര്യം ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും റെഡിയാണ് ആ ഒരു വീട് ആർക്കാന്ന് വെച്ചാൽ കൊടുത്തിട്ട് ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ റെഡിയാണ്. ഒരു കുഴപ്പമൊന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ വീട് അതേ കണക്ക് കൊടുത്തിട്ട് പോകാൻ റെഡിയാണ് എന്നുള്ളൊരു കാര്യം രേണു സുധി പറയുന്നുണ്ട്. ഞാൻ അവിടെ ചോരുന്നു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ഞാൻ കള്ളിയാണ്, ഞാൻ കള്ളത്തരമാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തൊക്കെ പ്രശ്നമുണ്ട് ആ ഒരു വീട്ടിൽ നിന്നുള്ളൊരു കാര്യം. നല്ല രീതിയിലല്ല ആ ഒരു വീട് പണിതേക്കുന്നതെന്നാണ് രേണുവിൻ്റെ അച്ഛൻ ഉൾപ്പെടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇതിനെതിരെയായിട്ട് ആ ഒരു വീട് പണിത് കൊടുത്ത വ്യക്തിയും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് രേണുവൊക്കെ കള്ളം പറയുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത കിച്ചുവിനും ഋതപ്പിനൊക്കെ വേണ്ടിയാണ്. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്നില്ല, അതിന് കുറേ കാരണങ്ങളുണ്ട്, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എടുത്തിടുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ രേണുസുധിയുടെ അച്ഛനൊക്കെ പറയുന്നുണ്ട് ഇവർ തന്നെയാണ് മുമ്പോട്ട് വന്ന് വീട് പണിത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര മോശമായിട്ട് പണിഞ്ഞു തന്നു, ഇവർ പണിത് തരാതെ ഇത്രയും മോശമായിട്ട് പണിത് തരാനാണെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം എന്ന് പറഞ്ഞ് വന്നത്, നിങ്ങൾ തന്നില്ലെങ്കിൽ 24 ഒക്കെ ചെയ്ത് തന്നേനേ എന്നുള്ളൊരു കാര്യവും ഈ ഒരു രേണുസുധിയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ.